വന്യമൃഗ ആക്രമണം ചെറുക്കാൻ സഹകരിച്ച് പ്രവർത്തിക്കാൻ കേരളവും കർണാടകവും തമ്മിൽ ധാരണ. വന്യമൃഗ സംഘർഷ മേഖല അടയാളപ്പെടുത്തുന്നതുൾപ്പെടെയുള്ള 4 ചാർട്ടറുകളിൽ ഇരു സംസ്ഥാനങ്ങളും ഒപ്പിട്ടു. വിഷയം ചർച്ച ചെയ്യാൻ ബന്ദിപ്പൂരിൽ ചേർന്ന അന്തർസംസ്ഥാന യോഗത്തിലാണ് ധാരണയായത്. സുർജിത് അയ്യപ്പത്ത് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. വന്യജീവികളുടെ ആക്രമണം തുടർച്ചയായ പശ്ചാത്തലത്തിലാണ് ഇന്ന് അന്തർ സംസ്ഥാന സമിതിയുടെ യോഗം ചേർന്നിരിക്കുന്നത്. എന്തായാലും 3 സംസ്ഥാനങ്ങളിലെയും ഉദ്യോഗസ്ഥർ, ഒപ്പം തന്നെ കർണാടക വനമന്ത്രി, കേരളത്തിൻ്റെ വനമന്ത്രി ഉൾപ്പെടെയുള്ളവർ ഈ യോഗത്തിൻ്റെ ഭാഗമായി. മാത്രമല്ല, മുതിർന്ന ഉദ്യോഗസ്ഥരെല്ലാം തന്നെ ഈ യോഗത്തിൽ സംബന്ധിച്ചു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അന്തർ സംസ്ഥാന സഹകരണ ചാർട്ടറിൽ കേരളവും കർണാടകവും 2 മന്ത്രിമാരും ഒപ്പ് വച്ചിട്ടുണ്ട്. ഇതിൽ പ്രധാനമായി 4 ലക്ഷ്യങ്ങളാണ് ഈ യോഗവുമായി ബന്ധപ്പെട്ടുള്ളത്. അത് മനുഷ്യ മൃഗ സംഘർഷ മേഖല കൃത്യമായ രീതിയിൽ തന്നെ അടയാളപ്പെടുത്തുക എന്നുള്ളതാണ്. ഇതിൻ്റെ മൂല കാരണം എന്താണ് എന്ന് സംബന്ധിച്ചുള്ള കണ്ടെത്തൽ വേണം. അതോടൊപ്പം തന്നെ ലഘൂകരണത്തിനുള്ള വഴി തേടുക എന്നുള്ള തരത്തിലുള്ള പ്രധാനപ്പെട്ട ഒരു തീരുമാനം. പ്രശ്നങ്ങളിൽ കാലതാമസം ഒഴിവാക്കുക, അതായത് വന്യമൃഗങ്ങൾ ഇറങ്ങുന്നത് ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ, അത്തരം പ്രശ്നങ്ങളിൽ ഇടപെടാനുള്ള കാലതാമസം ഒഴിവാക്കുക. വിഭവ സഹകരണം, വിവരം വേഗത്തിൽ കൈമാറൽ, വിദഗ്ധ സേവനം, ഇത്തരം കാര്യങ്ങൾ കൂടി ഫലപ്രദമായ രീതിയിലുള്ള ഇടപെടൽ വേണമെന്നുള്ള ആവശ്യം പ്രധാനമായും ഉയർന്നിട്ടുണ്ട്. അതിൽ തീരുമാനവും ആയിട്ടുണ്ട്. ഒപ്പം തന്നെ വിഭവശേഷി വികസനവും അടിസ്ഥാന സൗകര്യങ്ങളുടെ വികസനവും കാര്യക്ഷമത എന്നിവ വർദ്ധിപ്പിക്കാനുള്ള നടപടികൾ വേണമെന്നുള്ള ആവശ്യം പൊതുവെ ഉയർന്നിട്ടുണ്ട്. ഒപ്പം തന്നെ ഈ പല ഘട്ടങ്ങളിൽ കർണാടക വനാതിർത്തിയിൽ റെയിൽ ഫെൻസിംഗ് ഉൾപ്പെടെ സ്ഥാപിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു കേന്ദ്ര സഹായം അത് കൃത്യമായ രീതിയിൽ ലഭിക്കുന്നില്ല എന്നുള്ള ഒരു ആരോപണം കർണാടക വനമന്ത്രിയായിട്ടുള്ള ഈശ്വര ഖാണ്ഡെ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ AK ശശീന്ദ്രൻ ഇതുമായി ബന്ധപ്പെട്ട് പറഞ്ഞ ചില കാര്യങ്ങൾ 72 വന്യജീവി സംരക്ഷണ നിയമത്തിൽ കാലോചിതമായ മാറ്റം വേണം എന്നുള്ള ആവശ്യമാണ് അദ്ദേഹം പ്രധാനമായും ഉന്നയിക്കുന്നത്. 72 വന്യജീവി സംരക്ഷണ നിയമ ഭേദഗതിക്ക് തമിഴ്നാടും അതോടൊപ്പം തന്നെ കർണാടകവും പിന്തുണ നൽകിയെന്നും വനമന്ത്രി പറയുകയുണ്ടായി. ഈ യോഗം തുടർ പ്രക്രിയയാണ്. നോഡൽ ഓഫീസർമാരെ നിയോഗിച്ചിട്ടുണ്ട്. ഇവിടെ ഈ അത്യാധുനിക യന്ത്രങ്ങളുടെ പ്രദർശനം കൂടി നടന്നിരുന്നു. അതായത് ഈ ഡ്രോൺ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ, അതോടൊപ്പം തന്നെ ഈ മൃഗങ്ങളെ പിടികൂടാനുള്ള കേജിങ്ങിന് വേണ്ടിയുള്ള വസ്തുക്കൾ, അത്തരത്തിലുള്ള സാധനങ്ങളുടെ പ്രദർശനം കൂടി ഇവിടെ നടന്നിരുന്നു. എന്തായാലും യോഗം എന്നുള്ളത് തുടർച്ചയായ പ്രക്രിയയാണ് എന്നുള്ളതാണ് വനം മന്ത്രി വ്യക്തമാക്കിയിട്ടുള്ളത്. ബന്ദിപ്പൂരിൽ നിന്നും റിബിൻ ജോൺ പാലേരിക്കൊപ്പം സുർജിത് അയ്യപ്പത്ത്, 24 വയനാട്.